വൃന്ദ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മാഷും ഒത്തിരി കുട്ടികളുടെയും ഇടയ്ക്കാണ്. ഈ മാഷ് ഒരുപാട് എ ഗ്രേഡുകൾ ഈ കലോത്സവത്തിൽ വിവിധ ജില്ലകൾക്കായി നേടിക്കൊടുത്ത മാഷാണ്. മാഷിനെ ആദ്യം പരിചയപ്പെടാം. മാഷിന്റെ പേര്? എൻ്റെ പേര് RLV സുബേഷ്. ഞാൻ എറണാകുളമാണ് സ്ഥലം. സാറിന്റെ ഒത്തിരി കുട്ടികൾ വിവിധ ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. എല്ലാ ജില്ലകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വെറൈറ്റിയായി ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. എൻ്റെ മാത്രമല്ല, എൻ്റെ സീനിയർ സ്റ്റുഡൻ്റ് ഉണ്ട്, കലാക്ഷേത്ര അമൽനാഥ്, അമലിൻ്റെ സ്റ്റുഡൻസും ഉണ്ട് മത്സരിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ തലമുറകളായി ഇത്തരത്തിൽ കലോത്സവ വേദികൾ അടക്കി ഭരിക്കുന്ന ഒരാളാണ്, അവരുടെ കുട്ടികളാണ്. ഏതൊക്കെ ഐറ്റംസിനാണ് കുട്ടികൾ പങ്കെടുത്തത്? HSS ഭരതനാട്യം, നാടോടി നൃത്തം, കുച്ചിപ്പുടി, HS ഭരതനാട്യം, അത്രയും. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് നൃത്തമേഖല മൊത്തം കയ്യിലുണ്ടല്ലേ? ഈ പിള്ളേരും ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റാ. അതെ, എന്താ ഐറ്റത്തിൽ പങ്കെടുത്തേ? ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി ഫോക്കസ് ചെയ്തു. ഗ്രേഡ് ഉണ്ടോ? 3 A ഗ്രേഡ് ഉണ്ട്. 3 A ഗ്രേഡ് മേടിച്ച മിടുമിടുക്കിയാണ്. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കപ്പടിക്കാൻ പോകുന്ന തൃശ്ശൂർ ജില്ലയ്ക്ക് മോളുടെ പെർഫോമൻസ് ഒരുപാട് മുതൽക്കൂട്ടായിരുന്നു, ഉറപ്പാണ്. എന്താ ഏതാ ഐറ്റം? ഞാൻ ഫോക്ക്, പിന്നെ ഭരതനാട്യം കുച്ചിപ്പുടി ഉണ്ടായിരുന്നു. 3 A ഗ്രേഡ് ഉണ്ട്. ഓക്കെ, സമയപരിധി ഉള്ളത് കൊണ്ടാണ് വേഗം തന്നെ നമുക്കൊരു പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, ഫോൺ പ്ലേ ചെയ്ത് വെച്ചില്ല. വൃന്ദ, നമ്മളിപ്പോൾ കണ്ടത് കൂട്ടത്തിൽ ഒരാളെ മാത്രമാണ്. ഇതുപോലെ പുപ്പുലികളായിട്ടുള്ള നിരവധി പേരാണ് മാഷിന്റെ കസ്റ്റഡിയിലുള്ളത്. അടുത്ത വർഷങ്ങളിലും ഇതുപോലെ ഒരുപാട് പേരുമായി മാഷ് വീണ്ടും എത്തിച്ചേരുമെന്നൊരു ഉറപ്പും നൽകിയിട്ടുണ്ട്. അടുത്ത അതിഥികളുമായി പിന്നെ വീണ്ടും കണ്ടുമുട്ടാം.